പ്രോഗ്രാമിൽ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ ഈ അറിവൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? കഴിവ് എങ്ങനെ കിട്ടിയെന്നാണ് കുട്ടി ചോദിച്ചത്. അത് കുട്ടിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കഴിവുകളൊന്നും ഉള്ള ഒരാളല്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. എല്ലാവരുടെയും കഴിവുകൾ സീബ്ര വരകൾ പോലെ വ്യത്യസ്തമാണെന്ന് കുട്ടിയോട് പറഞ്ഞു. ഗഫൂർക്ക എന്റെ സുഹൃത്തായതുകൊണ്ട് നിങ്ങൾ ചോദിച്ച, പക്ഷേ ഞാൻ സത്യം പറഞ്ഞുതരാം, വേണോ? പറയൂ. ഈ കഴിവ് കിട്ടിയ കഥ അത് ഞാൻ തിരുവനന്തപുരത്ത് SMV സ്കൂളിലാണ് പഠിച്ചത്. അവിടെ സ്കൂളിൽ നമുക്ക് NCC, നിങ്ങളുടെ കാലത്തിൽ NCCയിലെ നേവിയും ആർമിയും എയർഫോഴ്സും ഒക്കെ. ഞാൻ NCCയിൽ നേവിയിലായിരുന്നു. അപ്പോൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ പരേഡ് ഉണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട്. വൈകുന്നേരം പരേഡ് കഴിഞ്ഞാൽ ഒരു 5:45 ആകുമ്പോൾ പരേഡ് കഴിയും. തിരുവനന്തപുരത്ത് തമ്പാനൂർ എന്ന സ്ഥലത്തുള്ള ശ്രീകുമാർ തിയേറ്ററിന്റെ മുൻവശത്താണ് ബസ് സ്റ്റാൻഡ്. അവിടെ വലിയ ആൽമരമൊക്കെ ഉണ്ട്. ആ മരച്ചുവട്ടിലാണ് നിൽക്കുന്നത്. ബസ് വരാൻ കാത്ത് 6:30 ആകും ബസ് വരാൻ. ഞാൻ 5:50 ആളുകളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ ബസ് സ്റ്റോപ്പിൽ. ആരുമില്ല. കുട്ടിയാണ്, 10-13 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. നോക്കിയപ്പോൾ ഈ നമ്മൾ വിവാഹ ചടങ്ങിനൊക്കെ പ്രസന്റേഷൻ പേപ്പറിൽ പൊതിഞ്ഞ ഒരു പൊതിയൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു പൊതി അവിടെ മരച്ചുവട്ടിലുണ്ടായിരുന്നു. ഞാൻ ആ പൊതി പെട്ടെന്നുള്ള ഒരു, നമ്മൾ കാണുമ്പോൾ തോന്നുന്ന കൗതുകം കുട്ടികൾക്ക്, അങ്ങനെ അങ്ങ് എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പൊ കയ്യിൽ പൊതി ഇരിക്കുന്നു. പിന്നെ ഇത് താഴെ വെക്കാനും ഒരു ഭയം, ആളുകൾ എന്ത് കരുതും. അതുകൊണ്ട് ഈ പൊതി വീട്ടിൽ കൊണ്ടുവന്ന്, ഫ്രൈഡേ ആയിരുന്നു, ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ആ പൊതിയും കൊണ്ട് വീട്ടിൽ പോയി മുറിയിൽ കൊണ്ട് അലമാരക്കകത്തങ്ങ് വെച്ചു. ആരും കണ്ടില്ല. സാറ്റർഡേ അച്ഛനും അമ്മയും ഒന്നും ഇല്ലായിരുന്നു. ഔദ്യോഗിക കാര്യങ്ങളോ വിവാഹ ചടങ്ങുകളോ ഒക്കെ ആയിട്ട് അവരൊക്കെ പുറത്തു പോയപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പതിയെ മുറിയിൽ പോയി അലമാര തുറന്നു. കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈ കൊണ്ട് ആ പൊതി എടുത്ത് ഗിഫ്റ്റ് പേപ്പർ ഇങ്ങനെ അഴിച്ചിട്ട് പൊതി തുറന്നു നോക്കിയപ്പോൾ അത് മുഴുവൻ കഴിവായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ കഴിവുകൾ. അവിടെ നിന്നായിരുന്നു ആ പൊതി കഴിക്കുന്ന കഴിവായിരുന്നു.